പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മെയ് 16 ശനി. അപ്പസ്തോല പ്രവൃത്തികൾ 7-ാം അധ്യായം 59-60 വാക്യങ്ങൾ. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനെ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ഈ സംഭവം ആദിമസഭയുടെ ചരിത്രത്തിലെ അത്യന്തം ശക്തമായ ഒരു നിമിഷത്തെയാണ് ചിത്രീകരിക്കുന്നത്. സ്തെഫാനോസ് യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കുകയായിരുന്നു. സത്യത്തെ പ്രസംഗിച്ചതിനാൽ അവൻ വിരോധിക്കപ്പെട്ടു. വ്യാജസാക്ഷികൾ എഴുന്നേറ്റു. ജനക്കൂട്ടം അവനെ പുറത്തേക്ക് വലിച്ചിഴച്ച് കല്ലെറിഞ്ഞു. എന്നാൽ മരണത്തിൻ്റെ അവസ്ഥയിലും സ്തെഫാനോസിൻ്റെ ഹൃദയം ദൈവസ്നേഹത്താലും ക്ഷമയാലും നിറഞ്ഞിരുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട സന്ദേശം വിശ്വാസം കഷ്ടതയിൽ തെളിയുന്നു എന്നതാണ്. സ്തെഫാനോസ് സുഖസമയത്ത് മാത്രം വിശ്വസിച്ചവനല്ല, മരണത്തിന് മുൻപിലും അവൻ യേശുവിനെ പിടിച്ചു നിന്നു. പലപ്പോഴും നമ്മുടെ വിശ്വാസം ചെറിയ പരീക്ഷണങ്ങളിൽ തന്നെ തളരുന്നില്ലേ? ഒരു വിമർശനം വന്നാൽ, ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകിയാൽ, ഒരു കഷ്ടത വന്നാൽ നാം നിരാശരാകുന്നില്ലേ? സ്തെഫാനോസ് പഠിപ്പിക്കുന്നത് യഥാർത്ഥ വിശ്വാസം പ്രതിസന്ധിയിലും പ്രകാശിക്കണം എന്നതാണ്. അതുപോലെ തന്നെ ഈ വേദഭാഗത്തിൽ സ്തെഫാനോസിനെ കുറിച്ച് നമ്മൾ കാണുന്നു, യേശുവിനെ പോലെ ക്ഷമിക്കുന്നവനായി തീരുക. കല്ലെറിയുന്നവർക്കെതിരെ ശപിക്കുന്നില്ല, പകരം അവൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഈ പാപം ഇവർക്ക് ചുമത്തരുതേ. ഇത് യേശുവിൻ്റെ ക്രൂശിലെ പ്രാർത്ഥനയെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. ദൈവാത്മാവിനാൽ നിറഞ്ഞ മനുഷ്യൻ പ്രതികാരത്തിൻ്റെ ഭാഷയല്ല സംസാരിക്കുന്നത്, ക്ഷമയുടെ ഭാഷയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ വേദനിപ്പിച്ചവർ പലരുണ്ടാകാം, തെറ്റിദ്ധരിച്ചവരുണ്ടാകാം, അപമാനിച്ചവരുണ്ടാകാം. മനുഷ്യ സ്വഭാവം പ്രതികാരം ആഗ്രഹിക്കും. പക്ഷേ ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്ഷമിക്കാൻ പഠിപ്പിക്കും. ക്ഷമ ഒരിക്കലും ദൗർബല്യമല്ല, അത് ആത്മീയ ശക്തിയാണ്. അതുപോലെ തന്നെ സ്തെഫാനോസിന്റെ ജീവിതത്തിൽ നാം കാണുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം മരണത്തെയും ജയിപ്പിക്കുന്നു എന്ന്. സ്തെഫാനോസ് മരണം കാണുമ്പോൾ ഭയക്കുന്നില്ല, അവൻ യേശുവിനെ കാണുകയാണ്. ഭൂമിയിൽ അവൻ്റെ ദേഹത്ത് കല്ലുകൾ വീഴുമ്പോൾ സ്വർഗത്തിൽ കർത്താവ് അവനെ എതിരേൽക്കുവാൻ നിന്നത് അവൻ കാണുകയാണ്. അതുകൊണ്ടാണ് അവൻ സമാധാനത്തോടെ പറഞ്ഞത്, കർത്താവേ, എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പല ഭയങ്ങൾ നമുക്കുണ്ട്. ഭാവിയെക്കുറിച്ച്, രോഗത്തിൻ്റെ, നഷ്ടത്തിൻ്റെ, അങ്ങനെ പല ഭയങ്ങൾ. എന്നാൽ യേശു കൂടെയുണ്ടെങ്കിൽ ഭയത്തേക്കാൾ വലിയ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവസാന്നിധ്യമുള്ള ജീവിതം ഏത് സാഹചര്യത്തിലും പ്രത്യാശയോടെ നമ്മെ നിലനിൽക്കും. പ്രിയരെ, സ്തെഫാനോസിൻ്റെ ജീവിതം ഒരു വലിയ സന്ദേശം നമ്മോട് പറയുകയാണ്. കഷ്ടതയിൽ വിശ്വസ്തരായവർ മഹത്വത്തിൽ വിജയിക്കും. മനുഷ്യർ അവനെ കല്ലെറിഞ്ഞു, എന്നാൽ സ്വർഗം അവനെ സ്വീകരിച്ചു. ഭൂമിയിൽ അവൻ തോറ്റവനെ പോലെ തോന്നി, പക്ഷെ ദൈവരാജ്യത്തിൽ അവൻ വിജയിയായി തീർന്നു. അതുകൊണ്ട് നമ്മെ തന്നെ നമുക്ക് പരിശോധിക്കാം. നമ്മുടെ വിശ്വാസം പരീക്ഷയിൽ ഉറച്ചു നിൽക്കുമോ? നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുമോ? മരണത്തെക്കാൾ വലിയ പ്രത്യാശ യേശുവിൽ നമുക്കുണ്ടോ? നമുക്കോർക്കാം ഈ ചെറിയ വാക്യം, ക്ഷമിക്കുന്ന ഹൃദയം സ്വർഗത്തിൻ്റെ ഹൃദയമാണ്. ദൈവം നമ്മെ സ്തെഫാനോസിനെ പോലെ ധൈര്യവും വിശ്വാസവും ക്ഷമയും ഉള്ളവരാക്കി മാറ്റട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, സ്തെഫാനോസിൻ്റെ ജീവിതത്തിലൂടെ ഞങ്ങളുടെ സംസാരിച്ചതിന് നന്ദി. കഷ്ടതകളിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും, ഞങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും, അന്ത്യത്തോളം നിന്നെ വിശ്വസിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ സ്നേഹത്താലും പരിശുദ്ധാത്മാവിനാലും നിറയ്ക്കണമേ. ഭയത്തെ മാറ്റി സമാധാനവും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.